Opening hours with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ഹവേഴ്സിൻ്റെ ഒരു പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുന്നു. ഗുഡ് മോർണിംഗ് സുരേഷ് സർ. ഹാപ്പി മോർണിംഗ് നിഖിൽ. സാർ, ഇത് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുകയാണെങ്കിൽ അത്ര ഒരു മികച്ച രീതിയിലുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നില്ല കാണാൻ വേണ്ടിയിട്ട് സാധിച്ചത്. ഇന്നത്തേക്ക് വരികയാണെങ്കിലും നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം അത്ര ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു സ്റ്റാർട്ടല്ല, ഏകദേശം 0.5%ഉള്ളൊരു ഇടിവുണ്ടാകുന്നു. ഇന്നലത്തെ ഒരു ടേക്ക് ഓവർ ഡാറ്റയൊക്കെ തന്നെ നോക്കുകയാണെങ്കിലും US-ൽ നിന്നും മാർക്കറ്റുകളൊക്കെ തന്നെ അത്ര മികച്ച രീതിയിലുള്ള ഒരു പെർഫോമൻസ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നില്ല. നാസ്ഡാക്കിനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 1.21% ഒരു ഇടിവുണ്ടായിട്ടുണ്ടായിരുന്നു. കമ്പാരിറ്റീവ്ലി നിക്കയുടെ ഭാഗത്ത് നിന്നാണ് ഒരു ഫ്ലാറ്റ് പോസിറ്റീവായിട്ടുള്ള ഒരു പെർഫോമൻസ് ഉണ്ടായിരുന്നത്. കൂടാതെ FIS പാർട്ടിസിപ്പേഷൻ നോക്കുകയാണെങ്കിലും മാർക്കറ്റിൽ ഒരു നെറ്റ് സെല്ലേഴ്സ് ആയിരുന്ന ഒരു കാര്യമായിരുന്നു കാണാൻ സാധിച്ചിരിക്കുന്നത്. രൂപ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം $1 91 എന്നുള്ളൊരു നിരക്കിൽ രൂപയുടെ ഒരു കരുത്ത് നഷ്ടപ്പെടുന്ന കാഴ്ചയും കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നുണ്ട്. കൂടാതെ നിലവിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചില ഫാക്ടേഴ്സിലേക്ക് കൂടി കടക്കുകയാണെങ്കിൽ നിലവിൽ ഇന്ത്യയുടെ GDP കണക്കുകൾ, അതായത് പുതിയ സീരീസ് അനുസരിച്ചിട്ടുള്ള GDP കണക്കുകൾ 2022-23 ബേസ് ഇയർ ആക്കിയിട്ടുള്ള ന്യൂ GDP സീരീസിൻ്റെ GDP കണക്കുകൾ ഇന്നിപ്പോൾ പുറത്തു വരാൻ വേണ്ടിയിട്ട് പോകുന്നു. പ്രീവിയസ്ലി നോക്കുകയാണെങ്കിൽ ഓൾഡ് സീരീസ് പ്രകാരം 8.1% ഒരു ഇയർ ഓൺ ഇയർ ഗ്രോത്ത് ആയിരുന്നു 2026 സാമ്പത്തിക വർഷത്തിൻ്റെ രണ്ടാം പാദത്തിൽ ഉണ്ടായിരിക്കുന്നത്. കൂടാതെ US-ലേക്ക് വരികയാണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പല ഡേറ്റകളും വരാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ട്. ആദ്യമായിട്ട് US-ൽ നിന്ന് വരാൻ വേണ്ടിയിട്ട് പോകുന്നത് US-ലെ പ്രൊഡ്യൂസേഴ്സ് പ്രൈസ് ഇൻഡെക്സ് കണക്കുകളും ഫെബ്രുവരി 27, അതായത് ഇന്ന് വരാൻ വേണ്ടിയിട്ട് പോകുന്നു. പ്രൊഡ്യൂസേഴ്സിന് ഏത് രീതിയിൽ പ്രൈസ് എഫക്റ്റ് ഉണ്ടാകുന്നു എന്നതൊക്കെ തന്നെ സൂചിപ്പിക്കുന്ന ഒരു കണക്കാണ്. കൺസ്യൂമർ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിലും അതിലൊരു ലീഡിംഗ് ഇൻഡിക്കേറ്ററാണ്. PCE ഇൻഫ്ലേഷൻ, അതായത് പേഴ്സണൽ കൺസംഷൻ എക്സ്പെൻഡിച്ചർ ഇൻഫ്ലേഷൻ നോക്കുകയാണെങ്കിലും അതിലും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ കൂടിയാണ്. അങ്ങനെ ബിഗ് മാക്രോസ് ആർ കമ്മിങ് ഇൻ ടു ദ മാർക്കറ്റ്. അങ്ങനെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഡേ ആണ്. ഈ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ചിടത്തോളം സാർ, നിലവിലുള്ള സാറിൻ്റെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു നിഖിൽ ആദ്യം തന്നെ താങ്ക് ഗോഡ് ഇറ്റ്സ് എ ഫ്രൈഡേ എന്ന് പറഞ്ഞ് തന്നെ നമുക്ക് തുടങ്ങാമെന്നുള്ളതാണ്. നിഖിൽ പറഞ്ഞ വളരെ കറക്റ്റാണ്. കാര്യം ഇന്ന് ഫെബ്രുവരി 27 എന്ന് പറയുന്നത് വളരെ സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള ഡേ. എന്തുകൊണ്ടാണ്? GDPയുടെ ഒരു ന്യൂ സീരീസ്, അതായത് നമ്മുടെ ഇന്ത്യൻ എക്കണോമിക് ലാൻഡ്സ്കേപ്പിൽ ഒരുപാട് നാളായിട്ട് ഡിബേറ്റും ഡിസ്കഷനും കൺഫ്യൂഷനും ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ഫിഗറായിരുന്നു ഈ GDP ഡേറ്റ എന്ന് പറയും. അതായത് പല കോണിൽ നിന്നും പല അഭിപ്രായങ്ങളാണ് GDPയെ കുറിച്ച് വന്നത്. ഒന്നാമെന്ന് വെച്ചാൽ GDP എന്ന് പറയുന്നത് മാനിപ്പുലേറ്റഡ് ആണ്, ഫേക്ക് ആണെന്നുള്ളത് പൊളിറ്റിക്കലായിട്ടുള്ള ഒരു അലഗേഷൻ ഒരു സൈഡിൽ. എന്നാൽ അതേപോലെ തന്നെ വേൾഡ് ബാങ്കും IMF പോലെയുള്ള ഏജൻസീസ് ഇന്ത്യൻ GDP കാൽക്കുലേഷൻ സിസ്റ്റത്തിനെ ഔട്ട്ഡേറ്റഡ് ടൂൾസ് ഉപയോഗിച്ചാണ് എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു C ഗ്രേഡ് തന്നെയാണ് കൊടുത്തേക്കണേ എന്നുള്ളത്. അപ്പോൾ നമുക്കറിയാം, ഈ എന്ത് വന്നാലും ഇന്ത്യയുടെ GDP എന്ന് പറയുന്നത് ഫേക്ക് അല്ല, മാനിപ്പുലേറ്റഡ് അല്ല, ബട്ട് ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ടൂൾസും പഴയ ബേസ് ഇയർ ഇത് കാരണം പുതിയ ഒരു ലാൻഡ്സ്കേപ്പിൽ അതിനൊട്ടും റെലവൻസ് ഇല്ലായിരുന്നു എന്നുള്ളത് വളരെ വാസ്തവം തന്നെയായിരുന്നു എന്നുള്ള. ഏതായാലും അതിനൊക്കെ ഒരു അവസാനം വന്നിരിക്കുന്നു. പുതിയതായി റിവൈസ്ഡ് ആയിട്ടുള്ള ഒരു GDP ഡേറ്റ വന്നിരിക്കുന്നു എന്നുള്ള ആ GDP ഡേറ്റയ്ക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു മെക്കാനിസം ഡിറൈവ് ചെയ്യാൻ വേണ്ടി നല്ല രീതിയിലുള്ള ഡിസ്കഷൻസും ഡെലിബറേഷൻസും നടന്നു. ഏതാണ്ട് ഇനി മുതൽ ആ GDP ഫിഗേഴ്സ് എന്ന് പറയുന്നത് എന്താ പറയുക, ഈ CPI ഡേറ്റയ്ക്കും അപ്ഡേറ്റ് ചെയ്തു എന്നുള്ള ഈ പറയുന്ന ഫിഗേഴ്സ് എല്ലാം ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ്സിനനുസരിച്ച് ആവും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇന്നാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള ഒരു റിലീസ് വരുന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് പഴയ ബേസ് ഇയർ വച്ചിട്ടുള്ള കാൽക്കുലേഷനിൽ നമ്മൾ ന്യൂ ഇൻഡസ്ട്രീസിൻ്റെ ആ ഒരു ഗ്രോത്ത് ഒന്നും നമ്മൾ അക്കൗണ്ട് ചെയ്തിരുന്നില്ല. ഉദാഹരണത്തിന് ഫിൻടെക് അല്ലെങ്കിൽ ഈ റൈഡ് ഹാൻഡ്ലിംഗ് സർവീസസ്, ഗിഗ് എക്കണോമി, ഇതൊന്നും അതിനകത്ത് വന്നിരുന്നില്ല. പുതിയതായിട്ട് വരുന്ന ഡേറ്റയിൽ ഇതെല്ലാം ഉൾപ്പെടുത്തി തന്നെ മുന്നോട്ട് വരും എന്നുള്ള. പക്ഷെ ആകെപ്പാടെ ഇതിനകത്ത് ഇനി വരാൻ പോകുന്നൊരു ഇഷ്യൂ എനിക്കറിയില്ല. ഇത് ജസ്റ്റ് ഒരു ഊഹാപോഹം മാത്രമാണ്. അതായത് ഇതുവരെ പൊതുവെയുള്ള എന്താ പറയുക, ഗവൺമെൻറ്റിന് എഗെയിൻസ്റ്റ് ആയിട്ട് വിശ്വസിക്കുന്ന ആ ഒരു പൊളിറ്റിക്കൽ ഒപ്പോണൻസ് ഇന്ത്യയുടെ GDP ഫിഗേഴ്സ് തെറ്റാണ്, ഫേക്കാണ്, മാനിപ്പുലേറ്റഡ് ആണെന്ന് പറയുമ്പോൾ അതിൽ ഹിഡൻ ആയിട്ടുള്ളൊരു മീനിങ് ഇന്ത്യ GDP ഓവർ സ്റ്റേറ്റ് ചെയ്തു. ഇന്ത്യൻ ഗവൺമെൻറ്, ഇപ്പോഴത്തെ ഗവൺമെൻറ് ഓവർ സ്റ്റേറ്റ് ചെയ്ത് കാണിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ GDP ഗ്രോത്ത് ഇത്രയും ഇല്ല എന്നുള്ളൊരു പൊളിറ്റിക്കൽ ആംഗിളിലാണ് ഇതിനെ ഡിസ്പ്യൂട്ട് ചെയ്തേക്കണം. ബട്ട് ഇതിലെ ബേസ് ഇയർ ആ 2011-12 ആ കാലഘട്ടത്തിൽ നിന്നും മാറി പുതിയതായിട്ടുള്ള രീതിയിൽ അപ്ഡേറ്റ് ചെയ്ത് അപ്ഗ്രേഡ് ചെയ്ത് വരുമ്പോൾ മിക്കവാറും GDP ഡേറ്റ ഉയർന്നു വരാനാണ് ചാൻസ് എന്നുള്ളത് ഒന്ന് പറഞ്ഞു വയ്ക്കുന്നു. വി ഡു നോട്ട് നോ. കാര്യം ഇതെല്ലാം ഞാൻ പറഞ്ഞില്ല, ഒരു ഫോർകാസ്റ്റും എക്സ്പെക്ടേഷനും മാത്രമാണ്. ഒരിക്കലും ഈ ഫോർകാസ്റ്റും എക്സ്പെക്ടേഷനും എന്ത് കാര്യത്തിൽ, ജീവിതത്തിലായാലും ശരി, മാർക്കറ്റിലായാലും ശരി, കാലാവസ്ഥയുടെ കാര്യത്തിലാണെങ്കിലും ശരി, ഇതൊന്നും ശരിയാവാറില്ല എന്നുള്ളവർ നമുക്ക് നന്നായിട്ട് അറിയാം. എങ്കിലും ഒരു അഭിപ്രായം എന്ന രീതിയിൽ പറഞ്ഞു വയ്ക്കുന്നു. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ച് എന്തായാലും അത് കൂടുതലായാലും ശരി, GDP ഫിഗർ താന്നിട്ടായാലും ശരി, ഇന്ത്യയെ സംബന്ധിച്ച് അതൊരു ഇൻ്റർനാഷണൽ ലെവലിലേക്ക് പോകുന്നത് ഒരു സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള മൂവാണ്. കാര്യം ഇന്ത്യ ഈ
ടോപ്പ് 3-4 ഗ്ലോബൽ എക്കണോമീസും ഇന്ത്യൻ മാർക്കറ്റ് കൂടുതൽ ഗ്ലോബൽ ഇൻ്റഗ്രേഷനും FISന് വേണ്ടി തുറന്നു കൊടുക്കുകയും ട്രേഡ് ഡീലുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വരുമ്പോൾ അത് ഇൻ്റർനാഷണൽ ലെവലിൽ അപ്ഡേറ്റഡ് ആയിട്ട് നിൽക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. അത് ഇന്ത്യയുടെ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല പല ലോക രാജ്യങ്ങളിലെ റേറ്റിംഗ് ഏജൻസീസും സോവറിംഗ് റേറ്റിംഗ് ഏജൻസീസും ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊരു ആവശ്യമായിട്ടുള്ള ഒരു നെസസിറ്റി ആയിരുന്നു എന്നുള്ളതാണ്. അത് ഇന്ന് മുതൽ അങ്ങനെയൊക്കെ ആവും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതുകൊണ്ട് ഇന്ന് GDP ഫിഗേഴ്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് വെയിറ്റ് ചെയ്യാം എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. ഞാനത് നിക്കിലൊന്ന് പറഞ്ഞു. നമ്മൾ ഇതിനു മുമ്പ് എനിക്കൊന്ന് ഓപ്പണിംഗ് ഹവേഴ്സിൽ വളരെ നേരത്തെ തന്നെ ഈ GDP ഫിഗേഴ്സ് എനിക്ക് തോന്നുന്നു 1-2 മാസം മുമ്പേ തന്നെ ഈ GDP ഫിഗേഴ്സിൻ്റെ കാൽക്കുലേഷൻ എന്താണ് ന്യൂനതകൾ, ഈവൻ തബ്നെയിലിൽ തന്നെ നമ്മൾ കൊടുത്തിരുന്നത്, നമ്മുടെ യൂട്യൂബ് വീഡിയോയുടെ തബ്നെയിൽ കൊടുത്തിരുന്നത് ഇന്ത്യൻ GDP മാനിപ്പുലേറ്റഡ് ആണോ ഫേക്ക് ആണോ എന്നുള്ള ഒരു എപ്പിസോഡിൽ നമ്മളിത് ക്ലിയർ ആയിട്ട് എക്സ്പ്ലെയിൻ ഇതിന് മുമ്പേ ചെയ്തു തന്നു. പല മാധ്യമങ്ങളും ഇപ്പോഴാണ് ചെയ്യുന്നത്, പക്ഷേ ഇതിനു മുമ്പേ നല്ല ക്ലിയർ ക്ലാരിറ്റി നമ്മൾ കൊടുത്തിരുന്നു എന്നുള്ളതാണ് നിക്കിൽ അതിൻ്റെ ഒരു കാര്യം. രണ്ടാമത് എനിക്ക് പ്രേക്ഷകരുടെ കാര്യത്തിൽ എനിക്കൊരു പറയാനുള്ളതെന്ന് വെച്ചാൽ നമ്മൾ ഡെയിലി വന്ന് ഇങ്ങനെ ഓരോ ന്യൂസും ഇതും ഒക്കെ അനാലിസിസ് ഒക്കെ പറയും. നമ്മുടെ പ്രേക്ഷകരുടെ നോളജ് ഇൻക്രീസ് ചെയ്യിക്കാനുള്ള ഒരുപാട് എഫേർട്ട് നമ്മുടെ ഭാഗത്തു നിന്നുണ്ട്. ബട്ട് ഐ നോ ഫോർ ക്ലിയർ ദാറ്റ് ഇൻവെസ്റ്റർ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകർ കമ്മ്യൂണിറ്റി, നമ്മുടെ എന്നല്ല, പൊതുവെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവോൾവ് ആയിട്ടുള്ളവർ, എസ്പെഷ്യലി ഈ കോവിഡിന് ശേഷം വന്നവർ വളരെ രീതിയിൽ ഫ്രസ്ട്രേറ്റഡ് ആണ് എന്നുള്ള കാര്യം. വെച്ചാൽ പലരും 2020 ശേഷം പല രീതിയിൽ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളവർ ഇതിൻ്റെ ഒരു വശം മാത്രമേ 2024 കണ്ടിട്ടുള്ളൂ. അതായത് എന്നും കയറുന്ന ഒരു മാർക്കറ്റ്, എന്ത് സ്റ്റോക്ക് മേടിച്ചാലും ഒരു പ്രോഫിറ്റ് കിട്ടണ ഒരു കാലഘട്ടം, അതിനകത്ത് എന്താ പറയുക, വേറെ ഒന്നിനൊരു സ്ഥാനമില്ല, ടെക്നിക്കൽ അനാലിസിസ് മാത്രം നോക്കി മുന്നോട്ട് പോയിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് പെട്ടെന്ന് 2024 സെപ്റ്റംബർ ഒക്ടോബറിൽ അതോടുകൂടി ഇന്ത്യൻ മാർക്കറ്റ് കറക്റ്റ് ചെയ്യാനായിട്ട് പല കാരണങ്ങളുണ്ടെന്ന് വെച്ചോളൂ. അതായത് ബേസിക്കലി കറക്റ്റ് ചെയ്യാനായിട്ടുള്ള കാര്യം, ഇന്ത്യൻ മാർക്കറ്റിൽ നല്ല രീതിയിലുള്ള FII സെല്ലിംഗ് ഉണ്ടായിരുന്നു. FII എന്തുകൊണ്ട് സെല്ല് ചെയ്തു? FII സെല്ല് ചെയ്തത് കാരണം വെച്ചാൽ ഇന്ത്യൻ മാർക്കറ്റിനെക്കാട്ടിലും ഓപ്പർച്യൂണിറ്റി മറ്റുള്ള സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്നു എന്ന്. ഒന്ന്, US തന്നെ AI ട്രേഡ്, NVIDIA പോലെയുള്ള കമ്പനികളുടെ ഗ്രോത്ത്, അതായത് അവർ ത്രോ ചെയ്യുന്ന ഏർണിങ്സ് അല്ലെങ്കിൽ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഇന്ത്യൻ മാർക്കറ്റിനെക്കാട്ടിലും ബെറ്റർ ആയിരുന്നു എന്ന് മനസ്സിലാക്കി. ഒന്ന്. രണ്ടാമത്, ചൈനീസ് മാർക്കറ്റ് വളരെ വലിയ രീതിയിൽ അണ്ടർ വാല്യൂഡ് ആയി എന്നുള്ളത് മറ്റൊരു റീസൺ. പിന്നെ സബ്സിക്വൻ്റ്ലി നമ്മൾ വന്നപ്പോഴത്തേക്കും ഈ ജപ്പാൻ്റെ എക്കണോമിക് സ്റ്റിമുലസ്, തക്കായിച്ചി ട്രേഡൊക്കെ ജപ്പാൻ വളരെ അട്രാക്റ്റീവ് മാർക്കറ്റായി മാറി. അതേപോലെ സൗത്ത് കൊറിയൻ മാർക്കറ്റും അട്രാക്റ്റീവായി മാറി. എന്നാൽ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ച് ചെറിയൊരു പ്രോബ്ലം ഉണ്ടായിരുന്നത് കമ്പാരിറ്റീവ് ടു അതർ അസറ്റ് ക്ലാസസ് എന്ന് പറയുമ്പോൾ അമേരിക്കയിലുള്ള AI സ്റ്റോക്സ് അല്ലെങ്കിൽ ചൈനീസ് മാർക്കറ്റ് അല്ലെങ്കിൽ സൗത്ത് കൊറിയൻ മാർക്കറ്റ് അല്ലെങ്കിൽ ജപ്പാൻ ഷെയർസ്, ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യൻ മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആയിരുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. എന്തുകൊണ്ട് ഓവർ വാല്യൂഷനിലേക്ക് വന്നു? ഓവർ വാല്യൂഷൻ വെച്ചാൽ ഇന്ത്യൻ എക്കണോമി അല്ലെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്യണത് സ്ട്രക്ചറൽ ബ്രോഡൻഡ് ആയിട്ട് 3 തീമുകളാണ്. ഒന്നെന്ന് പറയുന്നത് കൺസംഷൻ തീം. കാര്യം വെച്ചാൽ ഇന്ത്യൻ എക്കണോമിയുടെ 60-70% തന്നെ ഡൊമസ്റ്റിക് കൺസംഷൻ ആണ് എന്നുള്ളത്, അതുകൊണ്ട് അത് വലിയൊരു തീമാണ്. രണ്ടാമത്തെ നമ്മളെ സംബന്ധിച്ച് ഔട്ട്സോഴ്സിംഗ് തീം എന്ന് പറഞ്ഞാൽ നല്ല സബ്സ്റ്റാൻഷ്യൽ ഫോറിൻ എക്സ്ചേഞ്ച് റവന്യൂ കൊണ്ടുവരുന്ന, നമ്മുടെ ട്രേഡ് ഡെഫിസിറ്റിനെ കുഷൻ ചെയ്യുന്ന ഒരു ഇന്റർനാഷണൽ ഇൻകമാണ് സോഫ്റ്റ്വെയർ സർവീസസ് കമ്പനി കൊണ്ടുവന്നത്. മൂന്നാമത്തെ ഇൻവെസ്റ്റ്മെന്റ്. ഈ 3 അതായത് ഔട്ട്സോഴ്സിംഗ്, കൺസംഷൻ, ഇൻവെസ്റ്റ്മെന്റ്, അങ്ങനെ 3 രീതിയിലുള്ള ബ്രോഡർ സ്ട്രക്ചർ ആയിരുന്നു. അതിൽ നമുക്ക് ഈ ഔട്ട്സോഴ്സിങ്ങിൻ്റെ കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ ഡീപ് സീക്ക് മോമെൻറ്റ് അല്ലെങ്കിൽ NVIDIA മോമെൻറ്റോടുകൂടി തന്നെ, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വന്നതോടുകൂടി തന്നെ ഇന്ത്യൻ IT സെക്ടർ അല്ലെങ്കിൽ ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്ന ആ ഒരു ഇന്ത്യൻ GDPയുടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വെർട്ടിക്കലിന് ഒരു റേറ്റിംഗ് സംഭവിച്ചിരിക്കുന്നു. അത് കാരണം അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഇല്ലായ്മയായിപ്പോയി. ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം കൺസംഷൻ എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഭൂരിഭാഗം GDPയുടെയും കൺസംഷൻ ആണ്. ഗവൺമെൻറ് അതിന് എന്താ പറയുക, ഒരു സ്റ്റിമുലസ് എന്ന രീതിയിൽ 12 ലക്ഷം വരെ ഇന്ത്യൻ സിറ്റിസൺസ് അല്ലെങ്കിൽ ടാക്സ് പേയേഴ്സിന് ഒരു ബെനിഫിറ്റ് കൊടുത്തു. GST2 കൊണ്ടുവന്ന് സാധനങ്ങളുടെ ടാക്സ് കമ്പോണൻറ്റ്, ഒരു പ്രോഡക്റ്റിൻ്റെ ടാക്സ് കമ്പോണൻറ്റിൻ്റെ ആ ഒരു എന്താ പറയുക ടാക്സ് നല്ല ഗണ്യമായ രീതിയിൽ കുറയ്ക്കുകയും ചെയ്തു. ബട്ട് സ്റ്റോക്സിൻ്റെ കാര്യത്തിലാണെങ്കിലോ ഓവർ വാല്യൂഡ് ആയത് കാരണം അതിനകത്തൊരു ഫർദർ ബൈയിങ് വന്നില്ല. അപ്പോൾ ഔട്ട്സോഴ്സിങ്ങിലും കൺസംഷനും അതിൻ്റേതായ പ്രോബ്ലം. ഔട്ട്സോഴ്സിംഗ് എന്ന് പറയുന്നത് ആ ഇൻഡസ്ട്രിക്ക്
ഒരു സപ്പോർട്ട് ഇല്ലാതായിപ്പോയി. കൺസംഷൻ എന്ന് പറയുന്നത് ഓവർ വാല്യൂഡ് ആയിപ്പോയി. ആകെപ്പാടെ മൂന്നാമത്തെ വെർട്ടിക്കൽ, അതായത് ഇൻവെസ്റ്റ്മെന്റ്, ആ ഇൻവെസ്റ്റ്മെന്റ് മാത്രമാണ് ഇന്ത്യൻ മാർക്കറ്റിനെ ഡ്രൈവ് ചെയ്തത്. ആ ഇൻവെസ്റ്റ്മെന്റ് ബേസിക്കലി ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് പബ്ലിക് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഗവൺമെന്റ് സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. എന്തിന്? പല ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ടും, അതായത് റോഡ്, ബ്രിഡ്ജസ്, ഹൈവേ, സീപോർട്ട്, എയർപോർട്ട്, റെയിൽവേ, അന്നിങ്ങനെ. അത് കൂടാതെ ഈ PLI സ്കീംസും മാനുഫാക്ചറിങ്ങിനും എല്ലാത്തിനും വേണ്ടിയിട്ട് ഗവൺമെൻറ് സ്പെൻഡിങ് അല്ലാതെ പ്രൈവറ്റ് ക്യാപെക്സ് വലുതായിട്ട് വന്നില്ല. ഈ കാരണത്താൽ തന്നെ പൈസയ്ക്ക്, അതായത് ഗ്ലോബൽ മണിക്ക് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടില്ല. ഓൺ എ കമ്പാരിറ്റീവ് ബേസിസ് മറ്റുള്ള രാജ്യങ്ങളിൽ പല ഓപ്പർച്യൂണിറ്റിയും കിട്ടിയത് കാരണം, സെല്ല് ചെയ്ത് പോയത് കാരണം ഇന്ത്യൻ മാർക്കറ്റിൽ 2024 സെപ്റ്റംബർ ഒക്ടോബർ മുതൽ ആസ് വി സ്പീക്ക് റൈറ്റ് നൗ നമ്മുടെ മാർക്കറ്റിൽ പൊതുവെ ഒരു ഗ്ലൂമി ഫീലിംഗ് ആണ്. ആർക്കും വലിയ സന്തോഷമില്ല എന്നുള്ള. ബട്ട് അത് എന്തുകൊണ്ടെന്ന് വെച്ചാൽ ഇതിനൊരു മറ്റൊരു വശവും കൂടെയുണ്ട്. നമ്മൾ ആ 2021, 2022, 2023 ഉപയോഗിച്ച സെയിം സ്ട്രാറ്റജി തന്നെയാണ് നമ്മൾ 2024, 25, 26 ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. എന്ന് വെച്ചാൽ നമ്മൾ ഒരു തിര വരുമ്പോൾ, ഒരു തിര കടലിലേക്ക് വരുമ്പോൾ ആ കടലിൻ്റെ അടുത്ത് കിടക്കുന്ന എല്ലാ ബോട്ടും പൊങ്ങും, അല്ലേ? എ ടൈഡ് വിൽ ലിഫ്റ്റ് ഓൾ ബോട്ട്സ് എന്ന് പറയും പോലെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് ഒരു ഗഷ് ഓഫ് ലിക്വിഡിറ്റി, വേവ് ഓഫ് ലിക്വിഡിറ്റി വന്നപ്പോൾ എല്ലാ സ്റ്റോക്സും ഭയങ്കരമായിട്ട് കയറി. അത് കഴിഞ്ഞ് ഇനി ആ ടൈഡ് തിരിച്ചിറങ്ങുമ്പോൾ മാത്രമേ, വീണ്ടും ഇംഗ്ലീഷിൽ ഒരു സേയിങ് ഉണ്ട്, ഇൻവെസ്റ്റിംഗ് പാർലൻസിൽ നമ്മൾ പറയും, ഓൺലി വെൻ ദ ടൈഡ് ഗോസ് ഓഫ് യു വുഡ് കം ടു നോ ഹൂ വെയർ ഓൾ സ്വിമ്മിങ് നേക്കഡ്. അതായത് തിര ഇറങ്ങുമ്പോൾ മാത്രമേ ആരൊക്കെയാണ് നേക്കഡായിട്ട് സ്വിം ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ കാണാൻ പറ്റുള്ളൂ എന്നുള്ള ഒരു പൊതുവെ ഒരു സേയിങ് ഉണ്ട്. അതുപോലെ തന്നെ ആ ലിക്വിഡിറ്റി പോയിരിക്കുന്നു. ആ ലിക്വിഡിറ്റി പോകുമ്പോൾ മാർക്കറ്റിൻ്റെ ടോണും ടെക്സ്ചറും ക്യാരക്ടറും മാറും. ആ മാറിയ സാഹചര്യത്തിലേക്ക് മാറാൻ പല ഇൻവെസ്റ്റേഴ്സിനും പറ്റിയില്ല എന്നുള്ളതാണ് ഇന്ത്യൻ മാർക്കറ്റിൽ പറ്റിയത്. നമ്മൾ വീണ്ടും ഇന്ത്യൻ മാർക്കറ്റിനെ 2020, 2021, 2023, 2024 ആദ്യ ഭാഗങ്ങൾ പോലെ തന്നെയാണ് മാർക്കറ്റിനെ ഇന്നും നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. അതിനനുസരിച്ച് നമ്മളൊരു ഫ്ലെക്സിബിലിറ്റിയോ ചേഞ്ചോ നോളജോ നമ്മൾ ഇൻക്രീസ് ചെയ്തില്ല എന്നുള്ള. അതിന് ഉത്തമ ഉദാഹരണം, പല സ്റ്റോക്കുകളും 2024 സെപ്റ്റംബർ ഒക്ടോബറിന് ശേഷം ഡബിളായ സ്റ്റോക്കുകളുണ്ട്, ട്രിപ്പിളായ സ്റ്റോക്കുകളുണ്ട്, 50, 60, 70% സ്റ്റോക്കുകൾ റിട്ടേൺ തന്ന സ്റ്റോക്കുകളുണ്ട്. പക്ഷെ പല പ്രേക്ഷകരെയും അല്ലെങ്കിൽ പല ഇൻവെസ്റ്റേഴ്സിൻ്റെയിലും അതില്ലാതെ പോയെന്ന് വെച്ചാൽ ആ ഫ്ലെക്സിബിലിറ്റി വന്നില്ല. അതായത് ഫ്ലെക്സിബിലിറ്റി വരാതിരിക്കുന്നതാണ് അതിനകത്തുള്ളൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഞാൻ ഈ പല പ്രേക്ഷകരോടും ഇപ്പം നമ്മൾ ആ ട്രേഡേഴ്സ് സമ്മിറ്റിനൊക്കെ പോയപ്പോഴും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, എക്കണോമിസ്റ്റുണ്ട്, നന്നായിട്ട് ട്രേഡ് ചെയ്യുന്നവരുണ്ട്, ഇൻവെസ്റ്റ് ചെയ്യുന്നവരുണ്ട്, പുതിയതായിട്ട് വരുന്നവരുണ്ട്, തുടങ്ങാത്തവരുണ്ട്. അതിൽ പലരും ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്, അതായത് നിങ്ങൾ ഈ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലം ലോകത്ത് ആദ്യമായിട്ട് വന്നതല്ല. അത് ഇന്ത്യൻ മാർക്കറ്റിലായാലും ശരി, ഇൻ്റർനാഷണൽ ഗ്ലോബൽ മാർക്കറ്റ്സിലും ഇതൊന്നും ആദ്യമായിട്ട് വരുന്ന കാര്യങ്ങളല്ല. ഇതിനു മുമ്പ് പലപ്പോഴും വന്നിട്ടുണ്ട്. ഞാൻ തന്നെ എൻ്റെ 25-30 കൊല്ലത്തെ മാർക്കറ്റ് എക്സ്പീരിയൻസിൽ ഈ ഒരു സിറ്റുവേഷനിൽ കൂടി പല തവണ പോയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇപ്പം ഞാൻ പറയാൻ പോകുന്നത്, എനിക്ക് നമ്മുടെ ഷോ കാണുന്ന പല എക്കണോമിക്സ് ടീച്ചറുകളുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് മാർക്കറ്റിനെ കുറിച്ച് അറിയാവുന്ന, നമ്മളെക്കാളും അറിയാവുന്ന ഒരുപാട് പ്രേക്ഷകർ ഇത് വാച്ച് ചെയ്യുന്നുണ്ട്. ഇവർക്ക് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവും. പ്രത്യേകിച്ച് എക്കണോമിക് സ്റ്റുഡൻസിന് അല്ലെങ്കിൽ എക്കണോമി ഫിനാൻസ് പഠിപ്പിക്കുന്ന ടീച്ചേഴ്സിനൊക്കെ നന്നായിട്ട് മനസ്സിലാവും. പണ്ടൊരു ബ്രിട്ടീഷ് എക്കണോമിസ്റ്റ് ഉണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ പേര് ജോൺ മെയ്യനാർഡ് കെയ്ൻസ് എന്നാണ്. നമ്മൾ സാധാരണ അദ്ദേഹത്തിനെ വിളിക്കുന്നത് ഫാദർ ഓഫ് മോഡേൺ മാക്രോ എക്കണോമിക്സ് എന്നാണ്. അപ്പോൾ അദ്ദേഹം ഏതാണ്ട് 1883 മുതൽ 1946 വരെ, അതായത് ലോർഡ് മെയ്യനാർഡ് കെയ്ൻസ് എന്നാണ് പറയുന്നത്. അതായത് അന്നത്തെ കാലത്ത്, ഞാനീ പറയുന്നത് 1883 to 1946 എന്ന് പറഞ്ഞാൽ കാലഘട്ടം ഒന്ന് ആലോചിച്ച് നോക്കൂ. അദ്ദേഹം തന്നെ പറഞ്ഞൊരു ഫേമസ് കോട്ടുണ്ട്. ഇദ്ദേഹം ലോർഡ് ജോൺ മെയ്യനാർഡ് കെയ്ൻസ് എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിക്കുന്ന കെൻഷ്യൻ മോഡൽ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്ന ആ ഒരു സബ്ജക്റ്റിലെ ആ ഒരു ഓതറാണ്, ബ്രിട്ടീഷ് എക്കണോമിസ്റ്റാണ് ലോർഡ് ജോൺ മെയ്യനാർഡ് കെയ്ൻസ്. അദ്ദേഹം ആ കാലഘട്ടത്തിൽ തന്നെ വലിയൊരു കോട്ട് പറഞ്ഞിരുന്നു. ആ കോട്ടിൻ്റെ അർത്ഥം ഇതാണ്: ദ മാർക്കറ്റ്സ് ക്യാൻ റിമെയിൻ ഇറാഷണലി ലോങ്ങർ ദാൻ വൺ ക്യാൻ റിമെയിൻ സോൾവെന്റ്. അതായത് അതിൻ്റെ ഒരു ഡീപ്പർ മീനിങ് എന്താണെന്ന് വെച്ചാൽ, മാർക്കറ്റിൻ്റെ ഇറാഷണാലിറ്റി നിങ്ങളുടെ കയ്യിലിരിക്കുന്ന പൈസയും ക്ഷമയെക്കാട്ടിലും കൂടുതലാവാം. അത് മുകളിലോട്ടായാലും ശരി, താഴോട്ടായാലും ശരി. ചിലപ്പോൾ നമ്മൾ മാർക്കറ്റ് കറക്റ്റ് ചെയ്യും എന്ന് വിചാരിച്ച് നമ്മുടെ സ്റ്റോക്സ് ഒക്കെ വിറ്റ് നമ്മൾ ക്യാഷിലിരിക്കുമ്പോൾ അവിടെ നിന്നും
മാർക്കറ്റ് ഭയങ്കരമായിട്ട് കയറാം. നമ്മൾ വിറ്റ സ്റ്റോക്സ് വീണ്ടും 50%-ഉം 100%-ഉം കയറാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോഴും നമുക്ക് ക്ഷമ നശിക്കും എന്നുള്ളതാണ്. രണ്ടാമത് ഈ പറയുന്ന പോലെ നമ്മൾ ഏതെങ്കിലും നന്നായിട്ട് വീണ മാർക്കറ്റ് അല്ലെങ്കിൽ നന്നായിട്ട് വീണ സ്റ്റോക്ക് അയ്യോ ഇത് ബോട്ടമായി എന്ന് വിചാരിച്ച് നമ്മൾ മേടിക്കുന്നു. എന്നാൽ അവിടുന്ന് റിക്കവർ ചെയ്യാൻ നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ ക്ഷമയും സമയവും വേണ്ടി വരുന്നുള്ളതും നമ്മളെ ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഏതാണ്ട് ഈ ലോർഡ് ജോൺ മെയ്യനാർഡ് കെയ്ൻസ് പറയുന്ന പോലെയുള്ള ആ കെൻഷ്യൻ എക്കണോമി എന്ന് ഞാൻ ഇതിനെ കൂട്ടുന്നില്ല, അതൊരു വേറൊരു തിയറിയാണ് ഓൾ ടുഗെദർ. ആ കെയ്ൻസിൻ്റെ ആ ഒരു കോട്ടിൻ്റെ ഈ ഒരു ഇമ്പോർട്ടൻസ് ഞാൻ പറഞ്ഞു തന്നെ ഇന്ന് ഓപ്പണിംഗ് അവേഴ്സിൽ തുടങ്ങുന്നു എന്നുള്ളതാണ്. എനിക്കറിയാം ഇറ്റ് ഈസ് ഫ്രസ്ട്രേറ്റിംഗ്, ബട്ട് നിങ്ങൾ ഫേസ് ചെയ്യുന്ന ഈ കാര്യങ്ങളൊന്നും ആദ്യമായിട്ടല്ല. ഈ പറയുന്ന പോലെ ഇൻഡിപെൻഡൻസ്, നമ്മുടെ ഇന്ത്യയുടെ ഇൻഡിപെൻഡൻസിന് മുമ്പേ തന്നെ മാർക്കറ്റിൽ ഉണ്ടായിരുന്ന വലിയ എക്കണോമിസ്റ്റുകളും അന്നും പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് പല ആൾക്കാരും മഹത് വ്യക്തികളും ഇത് പറഞ്ഞിരുന്നു. എന്നെ പോലത്തെ ഒരു സാധാരണ ഒരു ചെറിയ വ്യക്തിയും എൻ്റെ 30 കൊല്ലത്തിൽ ഇതേപോലത്തെ സിറ്റുവേഷൻസിൽ കൂടെ ഞാൻ പല തവണ പോയിരുന്നു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് ഫ്രസ്ട്രേറ്റിംഗ് ആണ് നമ്മൾ ഇപ്പം ഈ സമയത്ത് ചെയ്യേണ്ടത്. ഞാൻ പറയുമ്പോൾ ചിലവർക്ക് ഇഷ്ടപ്പെടില്ല. നമുക്ക് ഇപ്പോൾ ഈ പറയാനായിട്ട് എപ്പോഴും നമുക്ക് യൂഷ്വൽ സസ്പെക്ട്സിനെ ബ്ലെയിം ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് ബ്ലെയിം ചെയ്യാന്ന് പറയുന്നത് നമ്മൾ ഒരു എസ്കേപ്പിസമാണ്. അതായത് നമ്മൾ റിയൽ പ്രോബ്ലത്തിനെ ഐഡൻറ്റിഫൈ ചെയ്യാതെ നമ്മൾ വെറുതെ ഷിഫ്റ്റിംഗ് ദ ബ്ലെയിം, ഷിഫ്റ്റിംഗ് ദ ഗോൾ പോസ്റ്റ്. ബാഡ് വർക്കേഴ്സ് ബ്ലെയിം ദെയർ ടൂൾസ് എന്ന് പറയുന്ന പോലെ നമ്മൾ പല കാര്യങ്ങളെ FIIസിനെ അല്ലെങ്കിൽ ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സിനെ അല്ലെങ്കിൽ US എക്കണോമിയെ അല്ലെങ്കിൽ ട്രംപിൻ്റെ ആക്ഷൻസിനെ ഒക്കെ നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലൊന്നും കാര്യമില്ല. ഒരു കാര്യം എപ്പോഴും മനസ്സിലാക്കണം, എപ്പോഴും മാർക്കറ്റിൽ ഇതേപോലെ ഗ്ലൂം അല്ലെങ്കിൽ ഡിപ്രസ്ഡ് ആയിട്ടുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ there is bull market elsewhere. എവിടെയോ, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ പല സ്റ്റോക്കുകൾസും നെഗറ്റിവിറ്റി അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് വേറെ സ്ഥലത്ത്, അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ തന്നെ പല സ്റ്റോക്സിലും ബുൾ മാർക്കറ്റ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം. ഒരു ഉദാഹരണത്തിന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, ശ്രീറാം ഫിനാൻസ് നമ്മൾ ഓപ്പണിംഗ് അവേഴ്സിൽ ഒരു കൊല്ലം മുമ്പേ നമ്മൾ സ്പോട്ട്ലൈറ്റിൽ നമ്മൾ കവർ ചെയ്തതാണ്. അപ്പോൾ അതിൽ നമ്മൾ ശ്രീറാം ഫിനാൻസിൻ്റെ കാര്യങ്ങളും അതിൻ്റെ പോസിബിലിറ്റീസും പറഞ്ഞു. ആ ശ്രീറാം ഫിനാൻസ് നമ്മൾ റെക്കമെൻഡേഷൻ ആയിട്ടൊന്നുമല്ല, അത് കയറുമെന്നോ നമുക്ക് അറിയത്തില്ല. നമ്മൾ ആ സ്റ്റോക്കിൻ്റെ ഒരു റെലവൻസ് അല്ലെങ്കിൽ ബിസിനസിൻ്റെ റെലവൻസ് പറഞ്ഞു. ആ സ്റ്റോക്ക് ഏതാണ്ട് ഡബിളിൽ കൂടുതലേ. അത് ഹോൾഡ് ചെയ്യുന്ന ഒരു ഇൻവെസ്റ്ററിനും ഇന്ത്യൻ മാർക്കറ്റിനെ കുറിച്ച് കംപ്ലൈൻ്റ് ഇല്ല. നമ്മുടെ കയ്യിൽ അത് ഇല്ലാതെ പോയതാണ് നമുക്ക് കംപ്ലൈൻ്റ് ആയെന്നുള്ളത്. അതുകൊണ്ട് മാർക്കറ്റിൽ ഫ്ലെക്സിബിലിറ്റി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ, ഒരു ആട്രിബ്യൂട്ട്, അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ പഠിക്കാൻ, രണ്ട് വശവും പഠിക്കാനായിട്ടുള്ള ഒരു മനസ്സുണ്ടാക്കിയാൽ മാത്രമേ നമുക്ക് മാർക്കറ്റ് എന്ന് പറയുന്ന എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു സിസ്റ്റത്തിൽ നമുക്ക് സർവൈവ് ചെയ്ത് പോകാൻ പറ്റുള്ളൂ. അതായത് ഈ ഓൾഡ് ഫാഷൻ തിങ്കിങ് എപ്പോഴും എല്ലാ കാലത്തും ഇല്ല. ഈ മാർക്കറ്റിൻ്റെ ഒരു പ്രത്യേകത എന്നറിയോ, മാർക്കറ്റിൻ്റെ പല ഫേസുകളിലും പല രീതിയിലാണ് നിങ്ങൾ പെരുമാറുന്നത്. അതായത് എപ്പോഴും ഒരേ സ്വഭാവത്തിൽ നമ്മൾ മാർക്കറ്റിനെ കാണും. മാർക്കറ്റിൽ നമ്മൾ സെക്ടർ റൊട്ടേഷൻ പറയുന്നു, മാർക്കറ്റിൽ പല കാര്യങ്ങൾ പറയുന്നു. എന്തുകൊണ്ടാണ്? ഒരു സെക്ടറിൽ നിന്ന് വേറെ സെക്ടറിലേക്ക് വരാൻ കഴിയുന്ന മാർക്കറ്റ് ചേഞ്ചസ് ഇറ്റ്സ് ടോൺ ആൻഡ് ടെക്സ്ചർ ആൻഡ് ക്യാരക്ടർ എവറി നൗ ആൻഡ് ദെൻ. അത് വാച്ച് ചെയ്ത് ഇൻ്റലിജൻ്റ് ആയിട്ട് അത് ഫോർസി ചെയ്ത് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കണ്ടുപിടിക്കുന്നതിലാണ് ഒരു ഇൻവെസ്റ്റർ. അതായത് നമ്മൾ സിമ്പിളായിട്ട് നോക്കാം. അതായത് ലോകത്തെ ഏറ്റവും വലിയ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിലോസഫി എന്താണെന്നറിയോ? അസറ്റ് അലോക്കേഷൻ. അതായത് നമ്മൾ സ്റ്റോക്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നു, സ്റ്റോക്കിൻ്റെ നല്ല കാലഘട്ടം, അത് സ്റ്റോക്ക് ഏതാണ്ട് പീക്ക് ആവുമെന്ന് അറിയുമ്പോഴത്തേക്കും ഗോൾഡ് താഴെ കിടക്കും. അത് കറക്റ്റായിട്ട് ഷിഫ്റ്റ് ചെയ്ത് നമ്മൾ ഗോൾഡിൽ വരും. ഗോൾഡ് ഭയങ്കരമായിട്ട് കയറുമ്പോൾ ഗോൾഡ് സിൽവർ റേഷ്യോ നോക്കി അതിലൊരു കറക്റ്റ് റീഡിങ് കിട്ടിയാൽ ഗോൾഡിൽ നിന്ന് മാറി സിൽവറിലേക്ക് വരുന്നു. എന്നിങ്ങനെയുള്ള കമോഡിറ്റീസ് ഇതെല്ലാം പ്ലേ ചെയ്ത് മാർക്കറ്റ് ടു മാർക്കറ്റ്, US മാർക്കറ്റ് ഓവർ വാല്യൂഡ് ആകുമ്പോൾ അവിടെ നമ്മൾ ഇന്ത്യയിലേക്ക് വരുന്നു, ഇന്ത്യ ഓവർ വാല്യൂഡ് ആകുമ്പോൾ ചൈനയിലേക്ക്. ഇങ്ങനത്തെ ഒരു ഗ്ലോബൽ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അലോക്കേഷൻ സ്ട്രാറ്റജി, അസറ്റ് അലോക്കേഷൻ സ്ട്രാറ്റജിയാണ് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് സ്ട്രാറ്റജി. പക്ഷേ അത് എല്ലാവർക്കും പാലിക്കാൻ പറ്റൂല എന്നുള്ളത് ലോകം പലപ്പോഴായിട്ട് തെളിയിച്ചിട്ടുണ്ടെന്നാണ്. പക്ഷേ അങ്ങനെ ഒരു സ്ട്രാറ്റജിക്ക് റെലവൻസ് ഉണ്ടോ? തീർച്ചയായിട്ടും റെലവൻസ് ഉണ്ട്. അതെന്താണ് പറയുന്നത്? എപ്പോഴും ഒരു അസറ്റ് ക്ലാസ് അല്ലെങ്കിൽ അതേ സ്റ്റോക്ക് തന്നെ വീണ്ടും വീണ്ടും പെർഫോമൻസ് തരണമെന്നില്ല. ഇതിങ്ങനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും. ആ ഷിഫ്റ്റ് ചെയ്യുന്ന രീതി ഞാൻ ഇപ്പോഴും പറഞ്ഞല്ലോ, ഇന്ത്യൻ മാർക്കറ്റിൽ ഭയങ്കര രീതിയിൽ ലാസ്റ്റ് 3-4 കൊല്ലമായിട്ട് അണ്ടർ പെർഫോം ചെയ്യുന്ന സ്റ്റോക്സ് ഉണ്ട്. ആ സ്റ്റോക്സ് എന്തുകൊണ്ട് അണ്ടർ പെർഫോം ചെയ്തു എന്ന് വെച്ചാൽ ആ കമ്പനികളുടെ, ആ ബിസിനസ്സുകളുടെ പ്രോഫിറ്റ്സ് ഗണ്യമായിട്ട് കുറഞ്ഞു. എന്തുകൊണ്ടായിരുന്നു കാര്യം? ലാസ്റ്റ് 3 കൊല്ലം ആയിട്ട് അവരൊരു ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാനിലായിരുന്നു. അവർ ടേക്ക് ഓവർ ചെയ്യുന്നു, പുതിയതായിട്ടുള്ള ഫാക്ടറി ഉണ്ടാക്കുന്നു, പ്ലാന്റ് ഉണ്ടാക്കുന്നു, കപ്പാസിറ്റി ആഡ് ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്നത് കാരണം അവർക്ക് ശരിക്കും പറഞ്ഞാൽ വേണ്ട രീതിയിൽ ഫിനാൻഷ്യൽസ് പ്രോഫിറ്റബിലിറ്റി കാണിക്കുന്നില്ല. ആ കമ്പനികളുടെ ആ ക്യാപെക്സിൻ്റെ സൈക്കിള്
എൻഡ് ചെയ്ത് വന്നിട്ട് ഇവിടുന്ന് ഇനി മുതൽ 3 കൊല്ലത്തേക്ക് അവർക്ക് അഡീഷണൽ ആയിട്ടുള്ള പൈസ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് ആവശ്യമില്ല. ഇനി എന്തൊക്കെയാണോ അവർ അസറ്റ് ക്രിയേറ്റ് ചെയ്തത് ആ അസറ്റ് അവർക്ക് ഇനി ക്യാഷ് ഫ്ലോ തിരിച്ച് ത്രോ ബാക്ക് ചെയ്യാൻ പോകുന്ന കാലഘട്ടത്തിൽ കൂടെ പോകുന്ന 20-30 കമ്പനീസ് ഇന്ത്യൻ മാർക്കറ്റിലുണ്ട്, പല സെക്ടറിലായിട്ട്. അതിൽ ചിലപ്പോൾ നമുക്ക് ഇഷ്ടപ്പെടുന്നത് ഒരു 5-6 സ്റ്റോക്കുകളെ നമുക്ക് ഉണ്ടാവുള്ളൂ എന്നുള്ളത്. ആ കമ്പനികളൊക്കെ ഇന്ത്യൻ മാർക്കറ്റിൽ ഇനി വരാൻ പോണ 2-3 കൊല്ലം വലിയ രീതിയിൽ ഗ്രോത്ത് ഉണ്ടാക്കും. ഞാൻ ഈ പറയുന്ന ഒരു എക്സാമ്പിൾ ഒരിക്കലും മുന്നോട്ടുള്ള ഒരു സ്റ്റോക്ക് ഐഡിയ അല്ല, കഴിഞ്ഞ ഒരു സ്റ്റോക്ക് ഐഡിയ. നമ്മളിപ്പോൾ ഭാരതി എയർടെൽ പോലെയുള്ള ഒരു കമ്പനിയെ കുറിച്ച് പറയുമ്പോഴേ എന്തൊക്കെ നെഗറ്റീവ് ഒരു സെക്ടറിന് വരാമോ. റൈറ്റ് ഫ്രം ജിയോന്റെ വരവ്, ജിയോ വന്നിട്ട് ടാരിഫ് ഇടിച്ചു താത്തുന്നു, ഗവൺമെന്റിന്റെ കുറെ പോളിസീസ്, പോയ ഗവൺമെന്റും ഇപ്പോഴത്തെ ഗവൺമെന്റും എല്ലാ നെഗറ്റീവ്സും വന്നിട്ട് ഈ ബിസിനസ്സിന്, ഈ ടെലികോം ബിസിനസ്സിന് ചവിട്ടി താഴേക്ക് നോക്കാൻ മനഃപൂർവ്വമല്ല, എല്ലാ പ്രഷർ വന്നിട്ടും എത്രത്തോളം അതിൻ്റെ ഇടയ്ക്ക് 4Gയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, 5Gയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം, ലാൻഡ് ലൈൻ, ഫിക്സഡ് ലൈൻ, DTHലേക്ക് ഇൻവെസ്റ്റ് ചെയ്യണം. ഇതൊക്കെ മാക്സിമം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആവശ്യമുള്ള ആ കമ്പനിയായ ഭാരതി എയർടെൽ, കഴിഞ്ഞ എക്സാമ്പിൾ ആട്ടോ, ഇത് മുന്നോട്ടെടുക്കരുത്. ആ കമ്പനി ഇത്രയും ചലഞ്ചസിൽ കൂടെ പോയി സ്റ്റോക്ക് ഒന്നും വലിയ രീതിയിൽ പെർഫോം ചെയ്യാതെ വന്നിട്ട് ഇതിനെല്ലാം ടൈഡ് ഓവർ ചെയ്ത് അതിൻ്റെ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറൊക്കെ എല്ലാം ശരിയാക്കി. ഇനി 6Gക്കൊക്കെ വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ഒരു 2030 ആകുമ്പോൾ മതി. ഏതാണ്ട് ക്യാഷ് ഫ്ലോ സൈക്കിളിലേക്ക് അത് കയറിയപ്പം ഭാരതി എയർടെൽ സ്റ്റോക്കിൻ്റെ പെർഫോമൻസും മാർക്കറ്റിൽ എന്തൊക്കെ പ്രഷർ വന്നാലും അത് വിത്ത്സ്റ്റാൻഡ് ചെയ്യുന്നത് നോക്കും. അപ്പം മാർക്കറ്റ് എന്ന് പറയുന്നത് വളരെ ഇന്റലിജന്റും ബ്രില്യൻ്റ് ആയിട്ടുള്ള സിസ്റ്റം. ആ ഭാരതി എയർടെൽ അവരുടെ ക്യാപെക്സ് സൈക്കിൾ, പൈസ സ്പെൻഡ് ചെയ്യണ കാലഘട്ടം നിന്നു. ഇനി എനിക്ക് പൈസയെ സ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ ചലഞ്ചസിനെയും എന്തൊക്കെ ഇനി അതിനകത്ത് വരാൻ പറ്റുമോ അതിനെ എല്ലാം ഞാൻ ഫേസ് ചെയ്തു. ഗ്ലോബൽ കമ്പനീസ് ആയ ടെലിനോറും ഹച്ചും എല്ലാം വന്നിട്ട് പോലും ഞാൻ നിലനിന്നു. ജിയോ വന്നിട്ട് പ്രൈസ് കട്ട് ചെയ്ത് മാർക്കറ്റ് പിടിക്കാൻ പോയിട്ടും ഞാൻ നിലനിന്നു. ടെക്നോളജി വന്ന് എന്നെ ചലഞ്ച് ചെയ്തിട്ടും ഞാൻ പൈസ എറിഞ്ഞ് ആ ടെക്നോളജി എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ ഉണ്ടാക്കിയ ഭാരതി എയർടെൽ ഇപ്പം എന്താ, അവർക്കൊരു സെറ്റ് ഓഫ് സബ്സ്ക്രൈബേഴ്സായി. ഇപ്പം അവർ NBFC ലൈസൻസ് എടുത്ത് അവരെ ഫണ്ട് ചെയ്യാനും കൂടെ പോകുന്നു. ഓൾറെഡി ഇത്രയും കസ്റ്റമർ ബേസായി. അതായത് പുതിയതായിട്ടൊരു NBFC കമ്പനിക്ക് വന്നിട്ട് അവർ ഫിനാൻഷ്യൽ സൊല്യൂഷൻസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പുതിയ കസ്റ്റമർ അക്യൂസിഷൻ ഒരു കോസ്റ്റ് ഉണ്ട്. ഭാരതിക്ക് ഭാരതിയുടെ തന്നെ കസ്റ്റമേഴ്സ് ഓൾറെഡി ഉണ്ട് എന്നുള്ള. അപ്പോൾ ആ ഫേസ് കഴിഞ്ഞ് ക്യാഷ് ഫ്ലോ ഫേസിലേക്ക് വരുമ്പോൾ ആ കമ്പനിയുടെയും സ്റ്റോക്കിൻ്റെയും സ്ട്രെങ്ത് ഒന്ന് മനസ്സിലാക്കണം. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ശ്രീറാം ഫിനാൻസ് ഇതേപോലെയുള്ള കമ്പനികൾ അത് മാറി വരുന്നത് നമ്മൾ ശ്രദ്ധിക്കുന്നതിലടുത്താണ് നമ്മുടെ അസറ്റ് അലോക്കേഷനും സ്റ്റോക്ക് റൊട്ടേഷനും നമ്മളെ ഹെൽപ്പ് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. ഈ കാര്യങ്ങളൊക്കെ നന്നായിട്ട് മനസ്സിലാക്കണം എന്നേ ഉള്ളൂ. ഞാനും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്. നമുക്ക് ഇതേപോലെ ഡിസ്കസ് ചെയ്ത് അന്യോന്യം ഇൻസ്പയർ ചെയ്ത് അന്യോന്യം സപ്പോർട്ട് ചെയ്ത് ഹെൽപ്പ് ചെയ്ത് കോൺഫിഡൻസ് കൊടുത്ത് കൺവിക്ഷൻ കൊടുത്ത് തന്നെ നമുക്കിത് മുന്നോട്ട് പോകാം. ആദ്യമായിട്ടല്ല, നമ്മൾ ഇനിയും ഇതേപോലത്തെ കാര്യങ്ങൾ ഫേസ് ചെയ്യും. നമുക്ക് നല്ല കാലം വരും, വീണ്ടും മോശകാലം വരും, ഇതെല്ലാം വരും. നമ്മളിത് ഫേസ് ചെയ്ത് പോകണം. കാര്യം വെൽക്കം ടു സ്റ്റോക്ക് മാർക്കറ്റ്, വെൽക്കം ടു ദ എന്താ പറയുക എക്സെൻട്രിസിറ്റി. ഈ വോളറ്റിലിറ്റിയാണ് ഈ സിസ്റ്റത്തിൻ്റെ ഏറ്റവും വലിയ നെഗറ്റിവിറ്റി. ആ നെഗറ്റിവിറ്റി തന്നെയാണ് ഇതിൻ്റെ ബ്യൂട്ടി. കാര്യം ആ ബ്യൂട്ടി ത്രോസ് അപ്പ് ഓപ്പർച്യൂണിറ്റീസ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. കുറച്ചുകൂടെ ടേക്ക് ഇറ്റ് സീരിയസ്ലി. അതായത് നമ്മൾ ഈ മാർക്കറ്റിന് എനിക്ക് എൻ്റെ ജൂനിയേഴ്സ് ആയിട്ടുള്ള ആൾക്കാരോട് അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കുറവായിട്ടുള്ള ആൾക്കാരോട്, ഒരുപാട് പേര് എക്സ്പീരിയൻസ് ഉള്ളവർ എൻ്റെ അടുത്ത് പറയാൻ കാര്യം വെച്ചാൽ അവരോട് എനിക്ക് കൊടുക്കാനുള്ള മെസ്സേജ് വെച്ചാൽ ടേക്ക് ദ സിസ്റ്റം വെരി സീരിയസ്ലി. ചുമ്മാ നമ്മൾ പോണ വഴിക്ക് മൊബൈൽ ഉടനെ 2 മേടിച്ച് ഉടനെ തന്നെ വൈകുന്നേരം നോക്കുമ്പോഴത്തേക്കും കിട്ടി എന്ന് പറയുന്ന ഒരു കാര്യമല്ല ഇത്. കാര്യം ഞാൻ തന്നെ പലപ്പോഴായിട്ട് പലരിടത്തും ഞാൻ ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ എല്ലാവരുടെയും ഒരു സ്വഭാവമുണ്ട്. രാവിലെ 9-9:15 9:30 വന്ന് സ്റ്റോക്ക് മേടിക്കും. 3-3:30 ആകുമ്പോഴത്തേക്കും സ്ക്വയർ ഓഫ് ചെയ്യും. ഇതിന് യാതൊരു മാനദണ്ഡമില്ല. കട തുറക്കുമ്പോൾ വാങ്ങിക്കണം, കട അടയ്ക്കുമ്പോൾ അത് കൊടുത്തിട്ട് പോകണം എന്നൊന്നുമില്ല. ലോകത്തിൽ ഒരു സ്റ്റഡിയും ചെയ്യുന്നില്ല ഈ പറയുന്ന പോലെ ഈ സമയങ്ങളാണ് ബെസ്റ്റ് ട്രേഡ് ചെയ്യാൻ. ചിലപ്പോൾ പല സ്റ്റഡിയും പറയുന്നത് ഉച്ചയ്ക്കാണ്, മിഡ് നൂണാണ് ഏറ്റവും നല്ല എക്സസസ് ഒക്കെ പോയി സ്റ്റോക്ക് ഒരു സ്വിംഗ് സ്ട്രാറ്റജി, പൊസിഷൻ സ്ട്രാറ്റജി ഏറ്റവും നന്നായി കിട്ടുന്നത്. പക്ഷേ നമ്മൾ 99% ആൾക്കാരും അത് ചെയ്യുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ ഇതേപോലെ നമ്മുടെ മിസ്റ്റേക്സിലാണ് നമ്മൾ പൈസ പോകുന്നത് എന്ന് നമ്മൾ ആദ്യം മനസ്സിലാക്കുന്ന സമയത്താണ് നമ്മുടെ വെൽത്ത് ക്രിയേഷൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിൽ പൈസ ഉണ്ടാക്കാന്നുള്ള ഫസ്റ്റ് സ്റ്റെപ്പ് എന്നറിയോ? തെറ്റുകൾ ഞാൻ കാരണം ഉണ്ടാവുന്നതാണ്, മാർക്കറ്റിൻ്റെ അല്ല. മാർക്കറ്റ് ഈസ് റൈറ്റ് എന്നുള്ള രീതിയിൽ പെരുമാറുന്നിടത്താണ് ഈ പറയുന്ന പോലെ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് വെൽത്ത് ക്രിയേഷൻ എന്ന് ഞാൻ പറഞ്ഞു വെക്കുന്നു. ഒന്ന് ഈ പറഞ്ഞ പോലെ താങ്ക് ഗോഡ് ഇറ്റ്സ് എ ഫ്രൈഡേ. ന്യൂസും റൂമേഴ്സും ജിറ്റേഴ്സും
ഒന്നും നിന്നിട്ടില്ല. ഒരുപാട് കാര്യങ്ങൾ ഈവൻഫുള്ളായിട്ട് ഈ വീക്കെൻഡിലേക്ക് വരുന്നുണ്ട് എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. തന്നെ ഇന്ത്യ US ബൈലാറ്ററൽ ട്രേഡ് എഗ്രിമെൻറ്റ് ചെറുതായിട്ടൊന്ന് ബ്രൈറ്റൻ ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് കാര്യം. പൊടുന്നതിന് തന്നെ നമ്മൾ മനസ്സിലാക്കുന്നത് US കോമേഴ്സ് സെക്രട്ടറി ഹോവാർഡ് ലുട്നിക് ശരിക്കും പറഞ്ഞ ഒരു അൺഅനൗൺസ്ഡ് ആയിട്ടുള്ള അൺഷെഡ്യൂൾഡ് ആയിട്ടുള്ള ഒരു ഇന്ത്യ ട്രിപ്പിലേക്ക് വന്നിരിക്കുന്നു, ന്യൂഡൽഹിയിലേക്ക് വന്നിരിക്കുന്നു എന്നുള്ള. അതായത് നമ്മുടെ ഒരു ട്രേഡ് ആൻഡ് കോമേഴ്സ് മിനിസ്റ്റർ പിയൂഷ് ഗോയലുമായി ഒരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു മീറ്റിംഗ് നടന്നു എന്നാണ് മനസ്സിലാക്കുന്നത് എന്നുള്ള. ഇത് നമുക്ക് ഒരിക്കലും നമ്മൾ അറിഞ്ഞിരുന്നില്ല എന്നുള്ള. പിയൂഷ് ഗോയൽ സോഷ്യൽ മീഡിയയിൽ കോമേഴ്സ് മിനിസ്റ്റർ ഇത് ഫോട്ടോ പോസ്റ്റ് ചെയ്തപ്പോഴാണ് നമ്മൾ മനസ്സിലായത്. അതായത് ഹോവാർഡ് ലുട്നിക്കും അദ്ദേഹം പിയൂഷ് ഗോയൽ, മൂന്നാമത് നമ്മുടെ US അംബാസിഡർ ടു ഇന്ത്യ സെർജിയോ ഗോറുമായിട്ട് നിൽക്കുന്ന ഫോട്ടോ ഇട്ടപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവരിവിടെ എത്തി എന്നുള്ളതും ടോക്ക് നടക്കുന്നു എന്നുള്ളത്. അതായത് വളരെ സീരിയസ് ആയിട്ട്, അതായത് ഹോവാർഡ് ലുട്നിക്ക് തന്നെ വരുന്നതിൻ്റെ അർത്ഥം എന്താ, US കോമേഴ്സ് സെക്രട്ടറിയാണ് വന്നത്. അതിൻ്റെ അർത്ഥം ഇറ്റ് ഈസ് വെരി സീരിയസ്. ഇന്ത്യ US ട്രേഡ് ടോക്കേഴ്സ് ഓൺ ടെൻഷൻസ് റിമെയിൻ. അതായത് 2 ദിവസം മുമ്പെയാണ് 126% ഇന്ത്യയിൽ നിന്നുള്ള സോളാർ ഇമ്പോർട്ട് US ഈ ടാരിഫ് വച്ചത് എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. പിന്നെ കോടതിയിൽ തോറ്റേൻ്റെ ആ ഒരു ചെറിയൊരു മുറുമുറുപ്പും ഉണ്ട്. അതിൻ്റെ ഇടയിലാണ് ഈ കാര്യങ്ങൾ നടക്കുന്നത് എന്നുള്ള. ഏതായാലും പിയൂഷ് ഗോയൽ മെൻഷൻ ചെയ്തിരിക്കുന്നത് ഫ്രൂട്ട്ഫുൾ ആയിട്ടുള്ള ഒരു മീറ്റിംഗ് ആണ് എന്നുള്ള. അപ്പോൾ അത് സന്തോഷകരമായിട്ട് അവിടെ മുന്നോട്ട് പോകുമ്പോൾ തന്നെ ഇപ്പുറത്തെ സൈഡിൽ ഓൺ ദി അതർ സൈഡ് ഓഫ് ദ ബോർഡർ, അതായത് ഡ്യൂറൻ ലൈനിനപ്പുറം അവിടെ ഒരു അൺസർട്ടനിറ്റി, അതായത് അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും തമ്മിലുള്ള ഒരു ഇഷ്യൂ ആണ്. അത് മനസ്സിലായതെന്ന് വെച്ചാൽ പാകിസ്ഥാൻ അഫ്ഗാനിസ്ഥാനെ എയർ സ്ട്രൈക്ക് ചെയ്തതിന് റിറ്റാലിയേഷനായിട്ട് അഫ്ഗാനിസ്ഥാൻ ലോഞ്ച്ഡ് ലാർജ് സ്കെയിൽ മാസീവ് മിലിറ്ററി ഓപ്പറേഷൻ എഗെയിൻസ്റ്റ് പാകിസ്ഥാൻ എന്നുള്ള റിപ്പോർട്ട്സ് ആണ് നമുക്ക് വരുന്നതെന്നുള്ള. ഈവൻ അഫ്ഗൻസ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് സോഷ്യൽ മീഡിയയിൽ. അതായത് ലേസർ സ്ട്രൈക്ക് ഓൺ പാകിസ്ഥാൻ, അതായത് ലേസർ എക്യുപ്ഡും ലേസർ ഗൈഡഡുമായിട്ടുള്ള ഒരു അറ്റാക്ക് ആയിരുന്നു എന്നുള്ള. അഫ്ഗാനിസ്ഥാൻ പോലുള്ള ഒരു കൺട്രി പോലും യൂസ് ചെയ്യുന്ന വാർ ടാക്ടിക് ഒന്ന് ആലോചിച്ച് നോക്കൂ. ടെക്നോളജിയുടെ ലേസർ ഗൈഡഡ് അറ്റാക്ക് ആയിരുന്നു എന്നുള്ള വീഡിയോ ഒക്കെ പോസ്റ്റ് ചെയ്തിരുന്നു. ഏതായാലും പാകിസ്ഥാനും വെറുതെ ഇരിക്കില്ല. സോ there is a little bit of tension across the border. അത് ആ ഡ്യൂറൻ ലൈനിൻ്റെ അടുത്ത് തിങ്സ് ആർ അൺസ്റ്റേബിൾ എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അതുമാത്രമല്ല US ഇറാൻ ടോക്സ് ശരിക്കും പറഞ്ഞാൽ കുറച്ച് കംഫർട്ടിംഗ് ആയിരുന്നു. നമുക്കറിയാലോ ജനീവ സ്വിറ്റ്സർലൻഡിൽ വെച്ചായിരുന്നു 3rd റൗണ്ട് ഓഫ് ടോക്ക്. വളരെ ഫ്രൂട്ട്ഫുൾ ആയിരുന്നു എന്നുള്ളതാണ് ഇറാൻ ഫോറിൻ മിനിസ്റ്റർ പറയുന്നത്. അതായത് വൺ ഓഫ് ദ മോസ്റ്റ് സീരിയസ് ഡിസ്കഷൻ വി എവർ ഹാഡ് വിത്ത് US, അതായത് ആ ന്യൂക്ലിയർ ടോക്സ് ആണ്. അതിന് വേണ്ടിയുള്ള വളരെ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോക്ക് നടന്നു എന്നാണ് പറയുന്നത്. കോൺക്രീറ്റ് ആയിട്ട് ഒരു ഔട്ട്കം ഒന്നും വന്നില്ല. ബട്ട് ടോക്സ് വിൽ കണ്ടിന്യൂ നെക്സ്റ്റ് വീക്ക്. വിയന്ന, എനിക്ക് തോന്നുന്നു ഓസ്ട്രിയ വിയന്നയിലാണ് അടുത്ത റൗണ്ട് ഓഫ് ടോക്ക് എന്ന് പറയുന്നത്. നല്ല രീതിയിൽ നടന്നു എന്നുള്ളതാണ് മനസ്സിലാവേണ്ടതെന്നുള്ള. പിന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം വരുന്നു എന്നുള്ളത്, അതായത് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ്, നമുക്ക് പെൻറ്റഗൺ എന്ന് പറയുന്നതായിരിക്കും നല്ലത്. പെൻറ്റഗണും ആന്ത്രോപ്പിക്കും തമ്മിൽ ഒരു ചെറിയൊരു കോൺഫ്ലിക്റ്റിലേക്ക് വന്നു എന്നുള്ളതാണ്. അതായത് US ഡിഫൻസ് പറയുന്നത് എന്താ, US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് പറയുന്നത് അവർക്ക് ഈ AI പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഓപ്പൺ AI അല്ലെങ്കിൽ ChatGPT അല്ലെങ്കിൽ ക്ലൗഡ് പോലുള്ള സിസ്റ്റം അവർക്ക് വേണം. എന്തിനാ? മാസ് സർവേലൻസിനും ഫുള്ളി ഓട്ടോണോമസ് വെപ്പൺസിനും വേണ്ടിയിട്ട് അവർക്ക് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് പ്ലാറ്റ്ഫോംസ് LLM, ഫങ്ഷണൽ LLM, ലാർജ് ലാംഗ്വേജ് മോഡൽസ് യൂസ് ചെയ്യണം എന്ന് പറഞ്ഞ് ഒരു ഡിസ്കഷൻ വന്നിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഈ പെൻറ്റഗണിൻ്റെ ഈ ഒരു പ്ലാനിന് ശരിക്കും പറഞ്ഞാൽ ഈ ആന്ത്രോപ്പിക്കിൻ്റെ റൈവൽസായ XAI എന്ന് പറഞ്ഞാൽ ട്വിറ്ററിൻ്റെ AI ആയിട്ടുള്ള ഗ്രോക്ക്, എക്സിൻ്റെ AI ആയിട്ടുള്ള ഗ്രോക്ക്, ഇലോൺ മസ്കിൻ്റെ ഗ്രോക്ക്, പിന്നെ ഓപ്പൺ AI, ഇവരൊക്കെ ഏതാണ്ട് സമ്മതിച്ചിരിക്കുന്നു. അതായത് പെൻറ്റഗണിൻ്റെ ഈ റിക്വസ്റ്റ് അക്സെപ്റ്റ് ചെയ്തിരിക്കുന്നു എന്ന്. ബട്ട് ഈ പറഞ്ഞ പോലെ ആന്ത്രോപ്പിക്ക് വളരെ ടൈറ്റ് ആയിട്ടാണ് നിൽക്കുന്നത്. ആന്ത്രോപ്പിക്ക് പറയുന്നത് വെച്ചാൽ എത്തിക്കൽ റീസൺസിനും സേഫ്റ്റി റീസൺസിനും കാരണം US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസിന് സാധാരണ ആൾക്കാരെ സർവൈലൻസ് ചെയ്യാനും ഫുള്ളി ഓട്ടോണോമസ് വെപ്പൺ, അതായത് ഈ വക കാര്യങ്ങൾക്ക് ഞങ്ങൾ കൂട്ട് നിൽക്കില്ല എന്ന് ആന്ത്രോപ്പിക്ക് വാശിയായിട്ട് നിൽക്കുന്നു എന്നുള്ള. പെൻറ്റഗൺ ആണെങ്കിൽ ഒരു ഡെഡ് ലൈനും കൊടുത്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 27 ഫെബ്രുവരി 2026 ഇന്ന് 5:01, അതായത് 1 മിനിറ്റും കൂടെ കൂടുതൽ കൊടുത്തു എന്നുള്ളതാണ് ഈസ്റ്റേൺ ടൈം. അതിനുള്ളിൽ നിങ്ങൾ അഭിപ്രായം അറിയിക്കണം എന്നുള്ളതാണ്. ബട്ട് ഈ പറയുന്ന പോലെ അവർ ഭയങ്കരമായിട്ട്, അതായത് ഇതെന്താണെന്ന് വെച്ചാൽ ഇതിനെന്ന് ഒരു റിപ്പോർട്ട് വന്നിരുന്നു, ക്ലോഡ് പ്ലാറ്റ്ഫോം യൂസ് ചെയ്തിരുന്നു അമേരിക്ക. നമ്മൾ വെനിസ്വേലൻ എക്സ് പ്രസിഡന്റ് ഈ നിക്കോളാസ് മഡൂരോനെ അവർ എടുത്തല്ലോ, അവർ എടുത്ത ആ ഒരു രീതിയിൽ ക്ലോഡ് പ്ലാറ്റ്ഫോമും കൂടെ ഇവരുടെ ആ ഒരു ടോട്ടൽ സ്ട്രാറ്റജിയിൽ
യൂസ് ചെയ്തിരുന്നു എന്നുള്ളത്. ആൻഡ് ക്ലൗഡ് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനെ ആന്ത്രോപ്പിക് പറയണമെന്ന് വെച്ചാൽ ഞങ്ങൾ ഇതിനെ ഒരിക്കലും അംഗീകരിക്കുന്നില്ല എന്നുള്ളതാണ് പറയുന്നത്. ഇതിൻ്റെ കോൺസിക്വൻസസ് എന്താണെന്ന് വെച്ചാൽ ഈ അൾട്ടിമേറ്റം ഒക്കെ കൊടുത്തല്ലോ പെൻറ്റഗൺ, ഇത് അനുസരിച്ചില്ല എന്നുണ്ടെങ്കിൽ അവർ പറയണമെന്ന് വെച്ചാൽ US മിലിറ്ററി ഏതാണ്ട് $200 മില്യൺ ഒരു ഡിഫൻസ് കോൺട്രാക്ട് ആന്ത്രോപ്പിക് ആയിട്ടുണ്ട്, അത് ഞങ്ങൾ ക്യാൻസൽ ചെയ്യും എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത് അവർ പറയണമെന്ന് വെച്ചാൽ ആന്ത്രോപ്പിക്കിനെ സപ്ലൈ ചെയിൻ റിസ്ക് കമ്പനിയായിട്ട് കാറ്റഗറൈസ് ചെയ്യും. സപ്ലൈ ചെയിൻ റിസ്ക് കമ്പനി എന്ന് വെച്ചാൽ ഈ US മിലിറ്ററിക്കും ഡിഫൻസിനും സപ്ലൈ ചെയ്യുന്ന ഒരുപാട് വെൻഡേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, ആ വെൻഡേഴ്സൊക്കെ ആയിട്ട് ബന്ധം ഇവർ ആയിട്ട് എടുക്കരുത്, ആന്ത്രോപ്പിക് ആയിട്ട് എടുക്കരുത്. കാര്യം സപ്ലൈ ചെയ്യുന്ന ആന്ത്രോപ്പിക് എന്ന് പറയുന്ന കമ്പനി നിങ്ങളുടെ സപ്ലൈ ചെയിൻ, ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യുന്ന നിങ്ങളുടെ സപ്ലൈ ചെയിൻ, ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് പറയുകയാണ് അങ്ങനെയുള്ള കമ്പനികളുടെ അടുത്ത് ഞങ്ങൾക്ക് നിങ്ങൾ സപ്ലൈ ചെയ്യുന്നു, ആ സപ്ലൈ ചെയ്യുന്ന റിസ്ക് ആണ് ഈ പറയുന്ന പോലെ ആന്ത്രോപ്പിക്കിൻ്റെ ഇടപെടൽ എന്ന് പറയുന്നു. മൂന്നാമത് US ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസ് പറയുന്നത് വി വിൽ ഇൻവോക്ക് ഡിഫൻസ് പ്രൊഡക്ഷൻ ആക്ട്, അതായത് DPA. ഡിഫൻസ് പ്രൊഡക്ഷൻ ആക്ട് എന്ന് പറഞ്ഞാൽ എമർജൻസി കണ്ടീഷൻസിന് അമേരിക്കൻ കമ്പനികൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഡിഫൻസിന് ടെക്നോളജി മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം എന്നുള്ള ഇതും കൂടെ നമ്മൾ കൊടുക്കും എന്നുള്ളതാണ് പറയുന്നതെന്നുള്ള. അപ്പോൾ ഈ വക കാര്യങ്ങൾ ഒരു സൈഡിൽ കൂടി നടക്കുന്നു എന്നുള്ള. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിനെ സംബന്ധിച്ചോളം പ്രഷർ കിട്ടാൻ ആവശ്യത്തിന് കാര്യങ്ങൾ ഉള്ളപ്പോൾ തന്നെ ഇപ്പോൾ ഒരു പുതിയൊരു കോൺട്രവേഴ്സി, ഒരു റിപ്പോർട്ട്, കോൺട്രവേഴ്സി എന്ന് പറയാൻ പറ്റില്ല, അതായത് NSEയുടെ MDയും CEO ആയിട്ടുള്ള ആശിഷ് ചൗഹാൻ പറയുന്നത് വെച്ചാൽ ഈ F&O ട്രേഡിംഗ് ഇല്ലേ, അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ, അതിൽ F&O ട്രേഡേഴ്സിന് ഒരു മിനിമം ക്വാളിഫിക്കേഷൻ ക്രൈറ്റീരിയൻ വേണം എന്ന് അദ്ദേഹം അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ഒരു സ്പീച്ചിൽ MD ആൻഡ് CEO ആശിഷ് ചൗഹാൻ പറഞ്ഞിരിക്കുന്നു എന്നുള്ളത്. അതായത് റീറ്റെയിൽ സ്പെക്കുലേഷൻ ഭയങ്കരമായിട്ട് കൂടി, അത് നമുക്കൊന്ന് കർബ് ചെയ്യണം. അതായത് ഈ പറയുന്ന പോലെ ലോക രാജ്യങ്ങളായ, അതായത് ഡെവലപ്ഡ് നേഷൻസ് ആയ US സിംഗപ്പൂരും ഒക്കെ കൊണ്ടുവന്ന ആ കർബ്സ് ഇന്ത്യയിലേക്കും കൊണ്ടുവരണം. സ്പെക്കുലേഷൻ ഭയങ്കരമായിട്ട് കൂടുന്നു എന്നുള്ള കാര്യം സെബിയുടെ തന്നെ റിപ്പോർട്ട് വന്നല്ലോ. ഈ F&Oനെ കുറിച്ച് ഒരുപാട് പേര് ക്ലാസ് എടുക്കുകയും ഒരുപാട് P&L, ഞങ്ങളുടെ പ്രോഫിറ്റ് ആൻഡ് ലോസ് സ്റ്റേറ്റ്മെൻറ്റ് പബ്ലിക്കായിട്ട് കിടക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ തന്നെ ഇതെല്ലാം അറിയാവുന്നുള്ള സെബി പറയുന്നത് വെച്ചാൽ 10-9 പേർക്കും നഷ്ടമാണ്. ഇവർ കൂടുതലും കാശുണ്ടാക്കുന്നത് ക്ലാസ് നടത്തിയിട്ടാണ് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. അതിൻ്റെ റേറ്റ്സ് ഒക്കെ നടന്നതായിട്ട് നമുക്ക് നന്നായിട്ട് അറിയാം, ഇൻകം ടാക്സ് റേറ്റ് ഒക്കെ നടന്ന കാലം. അതുകൊണ്ട് അതിന് ഹാർഡായിട്ട് വരുന്നു എന്നുള്ള. അതിൽ ഈ 10-9 പേർക്കും പൈസ പോയിട്ട് ആ പൈസ എവിടെ ചെന്ന് കയറുന്നു? വലിയ വലിയ ഹൈ ഫ്രീക്വൻസി അൽഗോരിതമിക് ട്രേഡിംഗ് കമ്പനികളായ ഈ ജെയിൻ സ്ട്രീറ്റും സിറ്റാഡൽ പോലെയുള്ള കമ്പനികളാണ് ഇത് ബെനിഫിറ്റ് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് അവർ പറയുന്നത്. നോ വണ്ടർ, ഇപ്പം ഞാൻ തന്നെ പറഞ്ഞില്ലേ, ജെയിൻ സ്ട്രീറ്റിന് അവിടെ IIT മദ്രാസിൽ നിന്ന് കമ്പ്യൂട്ടർ സയൻസ് BTech സ്റ്റുഡൻസിനെയൊക്കെ അവരെടുക്കുന്ന ആനുവൽ സാലറി 4.5 കോടി മുതൽ 5.5 കോടിയാണ്. അപ്പോൾ അത്രയ്ക്ക് മാത്രം പ്രോഫിറ്റ് കിട്ടുന്ന കമ്പനിയാണ് എന്നുള്ള. നമുക്കറിയാലോ, ഗവൺമെൻറ് തന്നെ ബഡ്ജറ്റിൽ ഈ F&Oനുള്ള ഈ കോൺട്രാക്റ്റിന് STT ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്തു. അതായത് ഗവൺമെൻറ്റും സ്പെക്കുലേഷന് വേണ്ടിയിട്ട്, സ്പെക്കുലേഷൻ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, കുറയ്ക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങളിലേക്ക് ഇടപെട്ടു. അതുമാത്രമല്ല, ഈ പറയുന്ന പോലെ സെബി ആണെങ്കിൽ ഈ F&O സ്പെക്കുലേഷൻ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കോൺട്രാക്റ്റിൻ്റെ സ്പെസിഫിക്കേഷൻ മാറ്റി, റിസ്ക് മാനേജ്മെൻറ്റ് മാറ്റി, അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ റെഗുലേറ്ററും എക്സ്ചേഞ്ചും ഗവൺമെൻറ്റും ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള. ഞാൻ അതിനകത്ത് അഭിപ്രായം പറയുന്നില്ല. കാര്യം ഇതൊക്കെ തൊടുക എന്ന് പറയുന്നത് ഇന്ത്യൻ മാർക്കറ്റിന് നെഗറ്റീവാണ്. നല്ലതാണോ ചീത്തയാണോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ആൾക്കാർക്ക് പൈസ പോകുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണ്. ഗവൺമെൻറ് അതിനകത്ത് കയറി കളിക്കുന്നത്, എക്സ്ചേഞ്ച് കയറി കളിക്കുന്നതും റെഗുലേറ്റർ എന്തിനാണ് കയറി കളിക്കുന്നതെന്നും എന്തിനാണെന്ന് എനിക്കറിയില്ല. ഇതൊരു റിപ്പോർട്ട് പറയണമെന്ന് വെച്ചാൽ ഈ വോളിയം ഓഫ് F&O എന്ന് പറയുന്നത് ഇന്ത്യൻ GDPയുടെ 500 ടൈംസ് ആണ് ഇന്ത്യയിൽ നടക്കുന്നത്. അത്രയ്ക്ക് മാത്രം സ്പെക്കുലേഷൻ നടക്കുന്നു എന്നുള്ളതാണ് പറയപ്പെടുന്നത്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഗ്ലോബലി നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഈ ട്വിറ്ററിൻ്റെ co-founder ആയിരുന്ന ജാക്ക് ഡോർസി ഉണ്ട്. അദ്ദേഹം പുതിയൊരു കമ്പനി തുടങ്ങി. ഇപ്പോൾ അദ്ദേഹം ട്വിറ്ററിലില്ല, ബ്ലോക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ CEO ആണ്. അദ്ദേഹം ഇപ്പോൾ പറഞ്ഞിരിക്കുന്നൊരു കാര്യമുണ്ട്. അതായത് ഇന്നലെ ട്വിറ്ററിൽ അദ്ദേഹം ഒരു ഇത് പോസ്റ്റ് ചെയ്തു. അതായത് അദ്ദേഹത്തിൻ്റെ സ്റ്റാഫ് കൗണ്ട് 10,000-ൽ നിന്നും 6,000 കുറയ്ക്കുന്നു. അതായത് 4,000 പേരെ ജോലി കളയുന്നു, അതായത് 4,000 പേരെ ലേ ഓഫ് ചെയ്യുന്നു എന്നുള്ള. നമുക്കറിയാം ഈ ബ്ലോക്ക് എന്ന് പറയുന്ന കമ്പനിക്ക് ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. സ്ക്വയർ അല്ലെങ്കിൽ ക്യാഷ് ആപ്പ്, ആഫ്റ്റർ പേ എന്നൊക്കെ പറഞ്ഞ വലിയ പോപ്പുലർ ആയിട്ടുള്ള പ്രോഡക്റ്റ് ഉണ്ട്. അപ്പോൾ ഇതിൽ ജാക്ക് ഡോർസി പറയുന്ന കാര്യം വെച്ചാൽ ഞങ്ങളിത് ലേ ഓഫ് ചെയ്യാൻ കാര്യം ഞങ്ങളുടെ കമ്പനിക്ക് ഫിനാൻഷ്യലി യാതൊരു സ്ട്രെസ്സും ഇല്ല. കമ്പനി ഈസ് ഗ്രോയിങ്. ഇൻഫാക്ട് ഞങ്ങളുടെ 4th quarter ഏർണിങ്സ് എന്ന് പറയുന്നത് $2.87 ബില്യൺ ഈസ് അറൌണ്ട് 24% അപ്പ്. എന്നിട്ടും ഞങ്ങൾ എന്തുകൊണ്ട് ആൾക്കാരെ ലേ ഓഫ് ചെയ്യണമെന്ന് വെച്ചാൽ അത്രയും പേര്
ചെയ്യുന്ന ജോലി ഇപ്പോൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ പുതിയ ഓട്ടോമേറ്റഡ് ടൂൾസ് ഉപയോഗിച്ച് ഞങ്ങൾക്ക് വളരെ ചീപ്പായിട്ട് ചെയ്യാമെന്നുള്ളപ്പോൾ എന്തിന് ഇവർക്ക് ഇത്രയും പേരെ ഞാൻ ഹോൾഡ് ചെയ്ത് വെക്കണം എന്നുള്ളത് അതൊരു മേജർ ലേ ഓഫ് ആണെന്നുള്ളത് നമുക്കറിയാം. ഇപ്പോൾ US മേജർ ആയിട്ടുള്ള ലേ ഓഫ് ജോലി പോയ ഒരു നോക്കുകയാണെങ്കിൽ US ഗവൺമെൻറ് നമ്മൾ ഈ ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന് പറഞ്ഞ് ഡോഡ്ജ് എന്ന് പറഞ്ഞൊരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, ഈ എലോൺ മസ്ക് ഹെഡ് ചെയ്യുന്ന ഒരു സിസ്റ്റം, അതിൽ തന്നെ എനിക്കൊന്ന് 3,17,000 പേരുടെ ജോലി ലേ ഓഫ് ചെയ്തിരിക്കുന്നു എന്നുള്ള. പിന്നെ UPS യുണൈറ്റഡ് പാർസൽ സർവീസസ് കമ്പനി ഏതാണ്ട് 78,000 പേരെ ലേ ഓഫ് ചെയ്തു. ആമസോൺ 30,000 പേരെ ലേ ഓഫ് ചെയ്തു. ഇന്റൽ 25,000 പേരെ ലേ ഓഫ് ചെയ്തു. സിറ്റി ഗ്രൂപ്പ് 20,000 പേരെ ലേ ഓഫ് ചെയ്തത്. ലേ ഓഫിന്റെ ആ ഒരു സീരീസ് ഓഫ് ഈവൻസ് തന്നെ US എക്കണോമിയിൽ നടക്കുന്നുണ്ടെന്നുള്ളത് ഞാനൊന്ന് ഗ്ലോബൽ ക്യൂസ് ഒന്ന് ഓടിച്ചു നോക്കുമ്പോൾ S&P 500 -0.54, നാസ്ഡാക്ക് -1.18, ഡൗ ജോൺസ് സ്ലൈറ്റ്ലി പ്ലസ് 0.03% എന്നുള്ള, എൻവിഡിയ -5.5% ഡൗൺ ആയിരുന്നു ഇൻസ്പൈറ്റ് ഓഫ് ഗുഡ് നമ്പേഴ്സ് എന്നുള്ളതാണ്. ഇന്റൽ -2.9, മെർക്ക് -2.6, കാറ്റർപില്ലർ -1.8, ആമസോൺ -1.2. ടോപ്പ് ഗെയിനേഴ്സ് ആണെങ്കിൽ അമേരിക്കൻ എക്സ്പ്രസ് +2.5, IBM +1.8, വിസ +1.2, ഷെർവിൻ വില്യംസ് +0.9, JP മോർഗൻ +0.8. ഇന്നലെ US മാർക്കറ്റിലെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് വെച്ചാൽ സെമി കണ്ടക്ടർ സോഫ്റ്റ്വെയർസ് ഫോൾ ചെയ്തപ്പോൾ സോഫ്റ്റ്വെയർ ആസ് എ സർവീസ് കമ്പനി, സോഫ്റ്റ്വെയർ കമ്പനീസിന്റെ സ്റ്റോക്സ് അപ്പായിരുന്നു. ഇൻഫോസിസ് ADR വാസ് അപ്പ് ബൈ 3.2%, വിപ്രോ ADR is +2.2%, ഗ്ലോബന്റെ +5%, അക്സെഞ്ചർ +8%, കോഗ്നിസന്റ് +6%, EPAM +5.7%. അതിൻ്റെ അർത്ഥം നേരെ ഒരു ട്രേഡിൻ്റെ ഒരു ഷിഫ്റ്റ് കാണുന്നു. ഏർലി ഡേയ്സ് ഇത് ഇന്ത്യൻ മാർക്കറ്റിലെ സോഫ്റ്റ്വെയർ കമ്പനീസിനെ സഹായിക്കുമെന്ന് വെച്ചാൽ നമുക്കറിയില്ല. പിന്നെ US വീക്ക്ലി ജോബ്ലെസ് ക്ലെയിംസ് 2,12,000 മാർക്കറ്റ് എസ്റ്റിമേറ്റ് ചെയ്തതിനേക്കാളും കുറവാണ്. ജോബ് മാർക്കറ്റിൽ വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു ഗ്ലോബൽ ക്യൂ ആണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ നമുക്ക് വേറൊരു കമ്പനിയെ നോക്കാം. അത് ഞാൻ പറയാൻ കാര്യത് ഇമ്പോർട്ടൻ്റ് ആണ്. സ്റ്റെല്ലാൻഡിസ് എന്ന് പറയുന്ന കമ്പനി. ഈ സ്റ്റെല്ലാൻഡിസ് എന്ന് പറഞ്ഞാൽ കാർ മേക്കറാണ്, കാർ കമ്പനിയാണ്. ഈ സ്റ്റെല്ലാൻഡിസ് എന്ന് പറയുന്നത് ശരിക്കും ലീഗലി നെതർലാൻഡ്സ് ബേസ്ഡ്, ഹോളണ്ട് ബേസ്ഡ് കമ്പനിയാണെങ്കിലും അവർ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് NYSE ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ചിലും പിന്നെ യൂറോനെക്സ്റ്റ് മിലാൻ ഇറ്റലിയിലും യൂറോനെക്സ്റ്റ് പാരീസ് ഫ്രാൻസിലും അവർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവർ 14 ഐക്കോണിക് ബ്രാൻഡ്സ് ഉണ്ട്. ഐക്കോണിക് ബ്രാൻഡ്സ് പറഞ്ഞ സ്റ്റെല്ലാൻഡിസ് കമ്പനി പൊതുവെ പ്രേക്ഷകർക്ക് മനസ്സിലാവും. ജീപ്പ്, ആൽഫ റോമയോ, ക്രൈസ്ലർ, സിട്രൻ, ഡോഡ്ജ്, ഫിയറ്റ്, ഓപ്പൽ, പ്യൂഷോ, വോക്സോൾ, മാസറാട്ടി, ഇതൊക്കെ അവരുടെ ബ്രാൻഡാണ്. അവർ റിപ്പോർട്ട്സ് ഫസ്റ്റ് ആനുവൽ ലോസ്, അതായത് 2025 അവർ റിപ്പോർട്ട് ചെയ്ത ഏർണിങ്സ് പറഞ്ഞാൽ അവരുടെ ഫസ്റ്റ് ആനുവൽ ലോസ് ആണ്. കാര്യം എന്താ? അവരുടെ ലോസ് $26.3 ബില്യൺ ആണ്. എന്തുകൊണ്ട് വന്നു? ഈ ടാരിഫ് ഒക്കെ കാരണം അവർക്കൊരു എക്സ്പെൻസ് വന്നു $1.7 ബില്യൺ എന്നുള്ളത്. ഇത് ഞാൻ അതുകൊണ്ടാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറഞ്ഞത്. ട്രഷറി മാർക്കറ്റിലേക്ക് വരുമ്പോൾ US ബോണ്ട് ഈൽഡ് ഡിപ്പ് ചെയ്തു. 10-year ബോണ്ട് ഈൽഡ് 4% ആണ്, -5 basis points ആണ്. 2-year ബോണ്ട് ഈൽഡ് 3.4%. ഓയിൽ മാർക്കറ്റ് ഇറാൻ US സ്റ്റോക്സ് ഒന്ന് കംഫർട്ടിംഗ് ആയതുകൊണ്ട് ഓയിൽ ചെറുതായിട്ടൊന്ന് ബ്രെൻഡ് നിയർ $71 per barrel ട്രേഡ് ചെയ്യണം, 71 per barrel. ഡോളർ ഇൻഡെക്സ് സ്റ്റേ സ്റ്റഡി at 97.76. ഏഷ്യൻ കറൻസീസ് മോസ്റ്റ് ഓഫ് ദം ട്രേഡിംഗ് ലോവർ എന്നുള്ളതാണ്. തായ്വാൻ ഡോളർ, സൗത്ത് കൊറിയൻ വോൺ, ഫിലിപ്പൈൻസ് പെസോ, സിംഗപ്പൂർ ഡോളേഴ്സ്, മലേഷ്യൻ റിംഗിറ്റ് ഒക്കെ ഡൗൺ ആണ്. പ്രഷ്യസ് മെറ്റൽസ് ഞാൻ 8:45 രാവിലെ നോക്കുമ്പോൾ ഗോൾഡ് $5,187 per ounce, സിൽവർ $88.8, പ്ലാറ്റിനം $22.86 per ounce എന്നുള്ള. അതായത് ഈ ഹയർ പ്രൈസ് ഓഫ് ഡോളർ ഗോൾഡ് ബൈയിങ്ങിനെ കുറയ്ക്കണം. കാര്യം മറ്റുള്ള കറൻസിയിലുള്ളവർ, നമ്മളൊക്കെ ഇപ്പോൾ ഇന്ത്യൻ കറൻസി ഹോൾഡ് ചെയ്യുന്നവർ ഗോൾഡ് ശരിക്കും പറഞ്ഞാൽ US ഡോളേഴ്സ് ആണല്ലോ മാനദണ്ഡം. ഇപ്പോൾ US ഡോളേഴ്സ് കയറുമ്പോൾ ഗോൾഡ് ഭയങ്കരമായിട്ട് കയറുന്ന കാരണം ഗോൾഡ് ബൈയിങ്ങിന് ഒരു ക്യാപ്പിംഗ് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. മേജർ ക്രിപ്റ്റോ കറൻസി ബിറ്റ്കോയിൻ $67,172, ഇതേറിയം $2021, സൊളാന $86.5. ഫണ്ട് ഫ്ലോ ആക്ഷൻ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് നോക്കുമ്പോൾ FIS ഇന്നലെ നെറ്റ് സെല്ലേഴ്സ് ആണ്, ലോക്ക് സ്റ്റോക്ക് ആൻഡ് ബാരൽ സെല്ലേഴ്സ് ആണ്. അതായത് 3,464 crores സെല്ലിംഗ്, DAS നെറ്റ് ബയേഴ്സ് 5,000 crores എന്നുള്ള. ടെക്നിക്കൽ സെറ്റപ്പ് എന്ന് പറയുന്നത് അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ 4-month ഹൈ ആണ്. നമുക്കിപ്പോൾ മാർക്കറ്റിൻ്റെ സപ്പോർട്ട് റെസിസ്റ്റൻസും പ്രദീപിൻ്റെ അടുത്ത് ചോദിച്ച് നമുക്ക് പറയാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എടുക്കേണ്ടത്. ഒരു കാര്യം കൂടെ പറഞ്ഞു വയ്ക്കുന്നു, അതായത് US നമുക്കൊരു വാരി എഞ്ചിനീയേഴ്സ് എന്ന് പറഞ്ഞ സോളാർ കമ്പനി ഉണ്ടല്ലോ. ആ US അടുത്ത കാലത്ത് 2 ദിവസം മുമ്പേ ഈ ഇന്ത്യയിൽ നിന്നുള്ള സോളാർ ഇമ്പോർട്ട്സ്, അതായത് ഈ പറയുന്ന സോളാർ സെൽസും സോളാർ മോഡ്യൂൾസും ഒക്കെ ഏതാണ്ട് 156% ഇമ്പോർട്ട് ഡ്യൂട്ടി പ്രഖ്യാപിച്ചു എന്നുള്ള കാര്യം നമുക്കറിയാം. അതിൽ വാരി എനർജീസ്
മാർക്കറ്റിൽ അവരൊന്ന് ക്ലാരിഫൈ ചെയ്തേക്കണമെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് ശരിയാണ് ഇതൊരു വളരെ സിഗ്നിഫിക്കൻറ്റ് മൂവാണ്, പക്ഷെ ഞങ്ങൾക്ക് വലിയ ഇമ്പാക്റ്റ് വരില്ല. കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് മാനുഫാക്ചറിങ് ഫെസിലിറ്റി ടെക്സാസിൽ തന്നെയുണ്ട്. രണ്ടാമത് അവരെ സംബന്ധിച്ച് അവർ മേയർ ബർഗർ എന്ന് പറയുന്ന കമ്പനിയുടെ അസറ്റ്സ് അവർ ബൈ ചെയ്ത കാരണം ഈ രണ്ട് കാരണത്താൽ തന്നെ ടാരിഫിന് ഞങ്ങൾക്ക് ബൈപ്പാസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഞാൻ ഈ പറയുന്നത് വാരി എനർജീസ് എന്ന് പറഞ്ഞ കമ്പനിയുടെ സ്റ്റോക്ക് റെക്കമെൻഡേഷനോ അഡ്വൈസോ സോളിസിറ്റേഷനോ അല്ല, ഞാനത് പഠിച്ചിട്ട് കൂടിയില്ല എന്നുള്ള, ഞാനിത് കമ്പനിയുടെ ക്ലാരിഫിക്കേഷൻ ഒന്ന് നമ്മുടെ പ്രേക്ഷകരെ അറിയിച്ചു എന്ന് മാത്രം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇന്ന് ക്യൂസ് ആയിട്ടുള്ളത്. നമ്മളിന്നിവിടെ ഡിസ്കസ് ചെയ്തിരിക്കുന്ന ഒരു ഓഹരിയെ പറ്റിയുള്ള ഒരു ഡീറ്റെയിൽസും ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. നിങ്ങളുടെ ഏതൊരു നിക്ഷേപം നടത്തുന്നതിന് മുമ്പും ഒരു സെബി രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഫിനാൻഷ്യൽ അഡ്വൈസറിൻ്റെ സേവനം തേടിയതിന് ശേഷം മാത്രം നടപ്പിലാക്കുക. ഓപ്പണിംഗ് അവേഴ്സിൻ്റെ പുതിയൊരു എപ്പിസോഡുമായിട്ട് തിങ്കളാഴ്ച വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം. Opening hours with MyFin.